അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പഠിച്ചത് ഏതാണ്? അറേബ്യയെക്കുറിച്ചാണ്. അറേബ്യ ഏതെന്നൊക്കെ പഠിച്ചു നമ്മൾ. ഇന്നത്തെ ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ. ആ അറേബ്യയിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങളെക്കുറിച്ച് പഠിച്ചു. നിങ്ങൾ വായിച്ചിരിക്കുമെന്ന് കരുതുന്നു. അതിലേറ്റവും അവസാനം പഠിച്ചത് അബ്ബാസിഡ്സ് ഡൈനാസ്റ്റിയാണ്. അബ്ബാസിഡ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയെക്കുറിച്ച് പഠിച്ചു. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് മറ്റൊരു സാമ്രാജ്യം, മെഡീവൽ വേൾഡിലെ സെൻറ്റർ ഓഫ് പവറിലെ മറ്റൊരു അതിശക്തമായ സാമ്രാജ്യമാണ് ഓട്ടോമാൻ എംപയർ. ഓട്ടോമാൻ എംപയർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് 1453 ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1450. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷമാണ്. ഈ ഓട്ടോമാൻ എംപയറിനെ കുറിച്ച് പറയുമ്പോൾ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിക്കൊണ്ട് സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഓട്ടോമാൻ എംപയർ. ഈ ഓട്ടോമാൻ സാമ്രാജ്യം ശരിക്കും ശക്തി പ്രാപിക്കുന്നത് തുർക്കികളുടെ കരങ്ങളിലാണ്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ യൂറോപ്യന്മാർക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള കരമാർഗം അടയ്ക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിനും ആ വർഷത്തിനും ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. അതോടുകൂടിയാണ് യൂറോപ്യന്മാർ കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള പുതിയ കടൽമാർഗം കണ്ടെത്താൻ ശ്രമിച്ചതും അങ്ങനെ വോയേജസ് ആരംഭിച്ചത്. കടൽ മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് യൂറോപ്പിലെ പ്രബല രാജാക്കന്മാർ, പ്രബല രാജ്യങ്ങൾ അവിടുത്തെ നാവികന്മാരെ പ്രോത്സാഹിപ്പിച്ചത്. നമുക്കിവിടെ പഠിക്കേണ്ടത് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ധാരാളം ടെറിട്ടറീസ്, ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ധാരാളം ടെറിട്ടറീസിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് രൂപീകരിച്ച ഒരു സാമ്രാജ്യമാണ് ഓട്ടോമാൻ എംപയർ. അങ്ങനെ ഓട്ടോമാൻ സാമ്രാജ്യം തുർക്കികളുടെ അധീനതയിൽ കുറേ കാലം നിലനിന്നിരുന്നു, കുറേ കാലം ഭരിച്ചു. ഫസ്റ്റ് വേൾഡ് വാറോടുകൂടി ഈ സാമ്രാജ്യത്തിന് ധാരാളം വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഈ തുർക്കികളുടെ കീഴിൽ സാമ്രാജ്യം ശക്തിയാർജിച്ചുവെങ്കിലും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ തുർക്കി സാമ്രാജ്യത്തെ ബ്രിട്ടീഷ് സൈന്യവും ബ്രിട്ടൻ്റെ സംയുക്ത സൈന്യം നാമാവശേഷമാക്കി. അതോടുകൂടി ഓട്ടോമൻ എംപയർ ശരിക്കും പറഞ്ഞാൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. ഇനി ആ കാലഘട്ടത്തിൽ ഈ ഓട്ടോമൻ എംപയർ അതിൻ്റെ സെനത്തിൽ, അതിൻ്റെ ഗ്ലോറിയിൽ എത്തിയത് സുലൈമാൻ എന്ന രാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. നിങ്ങളിതൊക്കെ വളരെ വിശാലമായിട്ട് അടുത്ത വർഷം പഠിക്കും. എന്നിരുന്നാൽ പോലും നമുക്കുള്ള ആവശ്യം, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഷാലിമാനെ പോലെയും മറ്റ് സാമ്രാജ്യ ശക്തികളെ പോലെയും അന്ന് ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു സുലൈമാൻ. അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഹി വാസ് കാൾഡ് അൽഖോയിനി എന്നാണ്. അൽഖോയിനി എന്ന അറബി ഭാഷയുടെ അർത്ഥം ലാ ഗിവർ എന്നാണ്. ഈ അൽഖോയിനി, അതായത് സുലൈമാൻ, ഹി വാസ് എ ഫേമസ് ലാ ഗിവർ. അദ്ദേഹം ഒരു നിയമദാതാവായിരുന്നു. ആ രാജ്യത്തിന് ഒരു നിയമസംഹിത എഴുതി ഉണ്ടാക്കിയ രാജാവായിരുന്നു സുലൈമാൻ. He codified the Ottoman laws and established a centralized system of administration. ഓട്ടോമൻ നിയമങ്ങളെ നിങ്ങൾക്കറിയാം, മത അധിഷ്ഠിത രാഷ്ട്രങ്ങളാണ് ഇതെല്ലാം. മുഹമ്മദ് ദ പ്രോഫറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. അദ്ദേഹത്തിൽ തുടങ്ങി എല്ലാവരും തന്നെ മത അധിഷ്ഠിതമായ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാജാക്കന്മാരായിരുന്നു. ഇദ്ദേഹം അന്ന് നിലനിന്നിരുന്ന മുഴുവൻ നിയമങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമസംഹിത എഴുതിയുണ്ടാക്കി. അതുകൊണ്ട് സുലൈമാനെ വിളിക്കുന്നത് അൽഖോയിനി എന്നാണ്. അൽഖോയിനി മീൻസ് ഫേമസ് ലാ ഗിവർ എന്നാണ്. അദ്ദേഹം എന്താ ചെയ്തത്? ഹി കോഡിഫൈഡ് ദ ഓട്ടോമൻ ലാസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ദെൻ ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ ദ ഓട്ടോമൻ എംപയർ ഡിസിൻറ്റഗ്രേറ്റഡ്. അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലുണ്ട്.
അടുത്ത വർഷം പഠിക്കും. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക. ദ ഗ്രേറ്റസ്റ്റ് റൂളർ ഓഫ് ദി ഓട്ടോമൻ എംപയർ വാസ് സുലൈമാൻ. Suleiman also contributed much to the development of a medieval world. Then he was called Al-Khoini. Al-Khoini means law giver. അദ്ദേഹത്തെ law giver എന്ന് പറയാൻ കാരണം എന്താണ്? He codified the Ottoman laws and established a centralized system of administration in Ottoman Empire. Then after the First World War, the Ottoman Empire began to decline or it disintegrated. ഇത്രയും മാത്രമേ ഓട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കിവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ് ഇൻ 1453, the Ottoman Empire strengthens. In the year 1453, the Turks captured Constantinople. With the capture of this Constantinople, the Ottoman Empire strengthens. By then, many territories of Eastern Roman Empire had become a part of the Ottoman Empire. By then, അതോടുകൂടി many territories of Eastern Roman Empire had become a part of the Ottoman Empire. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടുകൂടി ധാരാളം പ്രദേശങ്ങൾ, ഈസ്റ്റേൺ റോമൻ എംപയറിലെ ധാരാളം പ്രദേശങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി ചേർന്നു. The Ottoman Empire reached the zenith of its glory during the reign of Suleiman. He was called Al-Khoini or lawgiver. He codified the Ottoman laws and established a centralized system of administration. After the First World War, the Ottoman Empire disintegrated. ഇത്രയും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത്രയുമാണ് ഈ പാഠഭാഗത്തെക്കുറിച്ച് പറയുവാനുള്ളത്. അടുത്തത് മറ്റൊരു ഫേമസ് ആയ എംപയർ ആണ് ആ കാലഘട്ടത്തിലെ മംഗോളിയൻ എംപയർ. ദ മംഗോൾ എംപയർ, മംഗോളിയൻ സാമ്രാജ്യം. നമ്മൾ പഠിക്കുന്നത് എന്താണ്? മെഡീവൽ വേൾഡിലെ സെൻറ്റർ ഓഫ് പവേഴ്സ്, അന്നത്തെ അധികാര കേന്ദ്രങ്ങളാണ്. ഇതൊക്കെ പിൽക്കാലത്ത് വലിയ വലിയ സാമ്രാജ്യങ്ങളായി മാറിയെങ്കിലും ആ കാലഘട്ടത്തിലെ പരിധിക്കുള്ളിലെ അധികാര കേന്ദ്രങ്ങളായി പ്രവർത്തിച്ച മെഡീവൽ വേൾഡിലെ അറബി സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. മംഗോളിയൻ എംപയർ. ഈ മംഗോൾ എന്ന് പറയുന്ന പ്രദേശം, അതായത് ഇന്നത്തെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് മംഗോളിയ. എവിടെയാണ്? ഇന്നത്തെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ഏഷ്യയിലെ ഒരു അറിയപ്പെടുന്ന പ്രദേശമാണ് മംഗോളിയ. മംഗോളിയ belongs to in the Central Asia. It was between Russia and China. Mongolia belongs to Central Asia in between Russia and China. മംഗോളിയയിലെ പ്രത്യേകത എന്ന് പറയുന്നത് വാസ്റ്റ് മിഡോസും ഡെസേർട്സും മൗണ്ടൻസും അടങ്ങിയതാണ്. വാസ്റ്റ് മിഡോസ്, വലിയ പുൽമേടുകൾ, നല്ല പച്ചപ്പുള്ള പുൽമേടുകളും മരുഭൂമികളും മൗണ്ടൻസും അടങ്ങിയ ഒരു ഭൂപ്രദേശമാണ് മംഗോളിയ. മംഗോളിയുടെ ഭൂപ്രദേശം മനസ്സിലാക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് വാസ്റ്റ് മെഡോസ്, ഡെസേർട്സ് ആൻഡ് മൗണ്ടൻസ്. ദെൻ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ആ മംഗോളിയയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് സിവിയർലി ഹോട്ട് ഇൻ സമ്മർ ആൻഡ് സിവിയർലി കോൾഡ് ഇൻ വിൻ്റർ. സമ്മർ സീസണിൽ സിവിയർ ഹോട്ടും വിൻ്റർ സീസണിൽ സിവിയർ കോൾഡും. മംഗോളിയയുടെ കാലാവസ്ഥ എങ്ങനെയാണ്? സമ്മർ സീസണിൽ സിവിയർ ഹോട്ടും വിൻ്റർ സീസണിൽ സിവിയർ കോൾഡും. സമ്മർ സീസണിൽ ഹോട്ടും പിന്നെയോ വിൻ്റർ സീസണിലെ കോൾഡുമാണ് ആ പ്രദേശത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ദെൻ ഈ മംഗോൾസ്, അവരെക്കുറിച്ച് പറയുന്നത് ദേ വെയർ നൊമാഡ്സ് എന്നാണ്. ദേ ലെഡ് എ വാണ്ടറിങ് ലൈഫ്. നൊമാഡ്സ് ആണ്, നാടോടികളാണ്. അവർ നാടോടികളെ കണക്കാണ് ജീവിച്ചിരുന്നത്. ദേ ലെഡ് എ നൊമാഡിക് ലൈഫ്. ദേ ലിവ്ഡ് ഇൻ ടെൻസ്. അവർ ടെൻറ്റുകൾ കെട്ടിയാണ് താമസിച്ചിരുന്നത്. ഇന്നത്തെ പോലെ വീടുകൾ വെച്ചല്ല താമസിച്ചിരുന്നത്. മംഗോൾസ് ലിവ്ഡ് ഇൻ ടെൻസ്. ദേ വെയർ ലൈക്ക് നൊമാഡ്സ്. നൊമാഡ്സ് മീൻസ് നാടോടികൾ. നാടോടികളെ കണക്കാണ് അവർ ജീവിച്ചിരുന്നത്. ദെൻ അവരുടെ പ്രധാനപ്പെട്ട യാത്രാ വാഹനം എന്ന് പറയുന്നത് കുതിരയാണ്. ദേ യൂസ്ഡ് ഹോഴ്സ് ഫോർ റോമിങ്. ദേ റോംഡ് ഇൻ ഹോഴ്സ്. അവർ
കുതിരപ്പുറത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അവർ ആഹാരം ശേഖരിച്ചിരുന്നതും അവർ യുദ്ധം ചെയ്തിരുന്നതും അവർ ജീവിച്ചിരുന്നതുമൊക്കെ യാത്ര ചെയ്തിരുന്നത് കുതിരപ്പുറത്തായിരുന്നു. ദെൻ ശരിക്കും പറഞ്ഞാൽ ഈ മംഗോളിയന്മാർക്കൊരു ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ചെങ്കിഷ് ഖാൻ എന്നാണ്. ചെങ്കിഷ് ഖാൻ പറയുന്നത് ഫൗണ്ടർ ഓഫ് ദി മംഗോളിയൻ എംപയർ. Genghis Khan was the founder of the Mongolian Empire. He was the leader, or the Mongolian dynasty was founded by Genghis Khan with his capital Karakoram. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്, ആസ്ഥാനം എന്ന് പറയുന്നത് കാരക്കോരമാണ്. ഇത് ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ ഓനോൺ ഇൻ സൈബീരിയ. മംഗോളിയയിലെ സൈബീരിയയിലെ കാനോൺ എന്ന റിവർ ബാങ്കിലാണ് കാരക്കോരം. കാരക്കോരം എവിടെയാണ്? കാരക്കോരം ഈസ് ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ ഓനോൺ ഇൻ സൈബീരിയ. സൈബീരിയയിലെ ഓനോൺ നദീതീരത്തെ കാരക്കോരം ആസ്ഥാനമാക്കി രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ് ചെങ്കിഷ് ഖാൻ. ചെങ്കിഷ് ഖാൻ വാസ് ദി ഗ്രേറ്റസ്റ്റ് ലീഡർ, ഓർ ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ദി മംഗോളിയൻ എംപയർ. അപ്പോൾ നോക്ക്, ഈ മംഗോളിയ എന്ന പ്രദേശം എവിടേക്കാണ്? ഇവിടെ കിടക്കുന്നത് റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ, സെൻട്രൽ ഏഷ്യ. നമുക്കറിയാം, റഷ്യ എന്ന് പറയുമ്പോൾ, ചൈന എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും ഏഷ്യയിലാണ്. റഷ്യ എന്ന് പറയുന്നത് യൂറേഷ്യയാണ്. യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന രാജ്യമാണ് റഷ്യ. ഇവിടെ സെൻട്രൽ ഏഷ്യയിലെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മംഗോളിയ. മംഗോളിയയുടെ കാലാവസ്ഥ എങ്ങനെയാണ്? ഭൂപ്രകൃതി എങ്ങനെയാണ്? ഇറ്റ് വാസ് വാസ്റ്റ് മെഡോസ്, ദെൻ ഡെസേർട്സ് ആൻഡ് മൗണ്ടൻസ്. മംഗോളിയ എന്ന് പറയുന്നത് ധാരാളം മെഡോസ് മീൻസ് പുൽമേടുകളും മരുഭൂമികളും പർവ്വതങ്ങളും ആൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് മംഗോളിയ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് സിവിയർലി ഹോട്ട് ഇൻ സമ്മർ ആൻഡ് സിവിയർലി കോൾഡ് ഇൻ വിന്റർ. ദെൻ ദേ ലെഡ് എ നൊമാഡിക് ലൈഫ്. അവരെല്ലാം തന്നെ നൊമാഡ്സ് ആയിരുന്നു, നാടോടികളെ പോലെ ജീവിച്ചിരുന്നു. ദേ ലിവ്ഡ് ഇൻ ടെൻസ്. അവർ ടെന്റുകൾ കെട്ടിയാണ് ജീവിച്ചിരുന്നത്. ദേ റോംഡ് ഇൻ ഹോഴ്സ്. അവർ കുതിരപ്പുറത്തായിരുന്നു സവാരി ചെയ്തിരുന്നത്. ചെങ്കിഷ് ഖാൻ വാസ് ദി ഹെഡ് ഓഫ് ദി മംഗോളിയൻസ്, ഓർ ചെങ്കിഷ് ഖാൻ വാസ് ദി ഫൗണ്ടർ ഓഫ് ദി മംഗോളിയൻ എംപയർ. He ruled Mongolia with Karakoram as his capital. This Karakoram was on the bank of the river Onon in Siberia. Then they used small cannons. Our പീരങ്കികൾ ഉപയോഗിച്ചിരുന്നു for fighting, for attacking the other people. They used small cannons and they used it in sitting back of the horse. കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് പീരങ്കി ഉപയോഗിച്ചായിരുന്നു അവർ ശത്രു സൈന്യത്തെയും ശത്രുക്കളെയും നേരിട്ടിരുന്നത്. ദെൻ ചെങ്കിഷ് ഖാൻ അപ്പോയിന്റഡ് ആൻ എസ്പിയനേജ്. ചെങ്കിഷ് ഖാൻ ബുദ്ധിമാനായ ഭരണാധികാരി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ശത്രുക്കളെ കണ്ടെത്തുവാൻ വേണ്ടി ഒരു ചാരസംഘടനയെ നിയമിച്ചിരുന്നു. അദ്ദേഹം മറ്റു ധാരാളം പ്രദേശങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യ ആക്രമിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ചാരപ്രവൃത്തിക്ക് വേണ്ടി ഒരു വിഭാഗം ആൾക്കാരെ ഏൽപ്പിച്ചിരുന്നു. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ഹി അപ്പോയിന്റഡ് എസ്പിനേജ്. എസ്പിനേജ് മീൻസ് ചാരപ്രവൃത്തി. ചാരപ്രവൃത്തി ചെയ്യുവാൻ ഒരു ചാരസംഘടനയെ അദ്ദേഹം നിയോഗിച്ചിരുന്നു. The greatest contribution of Genghis Khan was the system of courier. കൊറിയർ സമ്പ്രദായമാണ് ചെങ്കിഷ് ഖാൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ വാസ്റ്റ് ഓർ വൈൽഡ് പോസ്റ്റൽ സിസ്റ്റം, വാസ്റ്റ് ആൻഡ് സ്പീഡി പോസ്റ്റൽ സിസ്റ്റം. ഹി ഇൻട്രൊഡ്യൂസ്ഡ് വാസ്റ്റ് ആൻഡ് സ്പീഡി പോസ്റ്റൽ സിസ്റ്റം ഇൻ മംഗോളിയ. ഇറ്റ് ഈസ് കാൾഡ് കൊറിയർ. നമ്മൾ ഇന്നത്തെ കൊറിയർ, ഇന്ന് നിങ്ങൾക്കറിയാം കൊറിയർ സമ്പ്രദായം. എല്ലായിടത്തും നമുക്ക് വളരെ വേഗം നമ്മുടെ ആശയങ്ങൾ എത്തിക്കാം, നമ്മുടെ സാധനങ്ങൾ എത്തിക്കാം, നമുക്ക് കത്തുകൾ എത്തിക്കാം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുവാൻ പറ്റുന്ന സമ്പ്രദായം, കൊറിയർ സമ്പ്രദായം. നമ്മൾ ഇന്നെല്ലാവരും അത് അഡോപ്റ്റ് ചെയ്യുന്നു. എല്ലാ രാജ്യങ്ങളും അതൊന്ന് അഡോപ്റ്റ് ചെയ്യുന്നു. ആ കൊറിയർ സമ്പ്രദായം ആദ്യമായി ആരംഭിച്ചത് ചെങ്കിഷ് ഖാനാണ്. എവിടെയാണ്? മംഗോളിയയിലാണ്. ഇത്രയും മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത്രയും നിങ്ങൾ വായിക്കണം. ഒന്നുകൂടെ. With the capture of Constantinople by the Turks in 1453, the Ottoman Empire strengthened. Then, by the
by then many territories of Eastern Roman Empire had become a part of the Ottoman Empire. Then the Ottoman Empire reached the zenith of its glory during the reign of Suleiman. He was called Al-Qaini, means lawgiver. He codified the Ottoman laws and established a centralized system of administration. Then, after the First World War, the Ottoman Empire disintegrated. Then, another important center of power during the medieval world was Mongol Empire, Mongolian Samrajyam. This Mongolia, belongs to Central Asia. It was in between Russia and China. Then there was a good geography in Mongolia. That means meadows, deserts and mountains. Deserts, meadows and mountains were the major things which beneficially for the Mongolians. Then the climate of Mongolia was very cold during summer and very cold during winter. Then they led a nomadic life. They were nomads and led a nomadic life. അവർ ഒരു നാടോടി ജീവിതമാണ് നയിച്ചിരുന്നത്. They lived in tents. അവർ ടെന്റുകൾ കെട്ടിയാണ് താമസിച്ചിരുന്നത്. They roamed in horse. അവർ കുതിരപ്പുറത്താണ് സവാരി ചെയ്തിരുന്നത്. Genghis Khan was the founder of the Mongolian Empire, or the greatest leader of the Mongolian dynasty was Genghis Khan. He made Karakoram as his capital. This Karakoram was on the bank of the river Vonon in Siberia. Then he organized the Genghis Khan had a well-trained army. He used cannons on sitting back of the horse. കുതിരയുടെ പുറകിൽ ഇരുന്നു കൊണ്ട് ചെറിയ ചെറിയ പീരങ്കികൾ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം ശത്രുക്കളെ നേരിട്ടിരുന്നത്. Then he also appointed a spy system called espionage. Espionage എന്ന ചാരസംഘടനയെ അദ്ദേഹം നിയമിച്ചിരുന്നു. The greatest contribution of Genghis Khan to the Mongolians was a courier system. It was speedy and effective. Speedy ആയ effective ആയ courier സമ്പ്രദായം അദ്ദേഹം നടപ്പിലാക്കി. The next one is Mali Empire. അടുത്തത് മാലി സാമ്രാജ്യമാണ്. മാലി സാമ്രാജ്യം എന്ന് പറയുമ്പോൾ one of the famous centers of medieval Africa. മധ്യ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലി. മാലി എന്ന് പറയുന്ന രാജ്യം എവിടെയാണ്? ആഫ്രിക്കയിലാണ്. മിഡിൽ ആഫ്രിക്കയിലാണ്, മെഡീവൽ ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട അന്നത്തെ അധികാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലി. മാലി വാസ് വൺ ഓഫ് ദി ഫേമസ് സെന്റേഴ്സ് ഓഫ് മെഡീവൽ ആഫ്രിക്ക. Then the center of administration was Mali in West Africa. മിഡിൽ ആഫ്രിക്ക ആണെങ്കിലും വെസ്റ്റ് ആഫ്രിക്കയിലെ മാലി തന്നെയാണ് ദ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. വെസ്റ്റ് ആഫ്രിക്ക ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം മാലി സാമ്രാജ്യത്തെ. മാലി എംപയർ ആണ് അന്ന് വെസ്റ്റ് ആഫ്രിക്ക ആകമാനം ഭരിച്ചിരുന്നത്. വെസ്റ്റ് ആഫ്രിക്കയിലെ മാലി ആസ്ഥാനമാക്കി രാജ്യം ഭരിച്ചിരുന്നുകൊണ്ട് അവരെ മാലി സാമ്രാജ്യം എന്നാണ് വിളിക്കുന്നത്. നോക്കണേ, Mali Empire was one of the famous centers of administration in medieval Africa. The center of administration was Mali in West Africa. Kangan Musa was a famous ruler of medieval Africa. Medieval Africa ഞാൻ നേരത്തെ പറഞ്ഞു മാലി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് പവർ ആണ്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ മിഡിൽ ആഫ്രിക്കയിലാണ്, മെഡീവൽ ആഫ്രിക്കയിലാണ്. അവർ മാലി എന്ന് പറയുന്ന സ്ഥലം ആസ്ഥാനമാക്കിയാണ് ഭരിച്ചത്. ആ മാലി ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ആഫ്രിക്കയിലാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത് കൺഗൺ മൂസയാണ്. കൺഗൺ മൂസ വാസ് ദി ഫേമസ് റൂളർ ഓഫ് മെഡീവൽ ആഫ്രിക്ക ഓർ ദ മാലി എംപയർ. മാലി സാമ്രാജ്യത്തിലെ ഫേമസ് റൂളർ കൺഗൺ മൂസ ആണ്. He had a huge treasures of gold and it was a wealthy region. Kangan Musa had a huge treasure of gold, or the Mali Empire had a huge treasure of gold. സ്വർണ്ണ നിക്ഷേപം, ധാരാളം സ്വർണ്ണ നിക്ഷേപമുള്ള സൗത്ത് ആഫ്രിക്കയിലെ ഒരു പ്രദേശമാണ് മാലി.
അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ വെൽത്തി റീജിയൻ, അതൊരു സമ്പന്നമായ പ്രദേശമായിരുന്നു. മിഡിൽ ആഫ്രിക്കയിലെ മാലി ഒരു സമ്പന്നമായ പ്രദേശമെന്ന് പറയാൻ കാരണം എന്താണ്? ദർ വാസ് എ ഹ്യൂജ് ഡെപ്പോസിറ്റ് ഓഫ് ഗോൾഡ്, അല്ലെ? മാലി ഹാഡ് എ ഹ്യൂജ് ട്രഷർ ഓഫ് ഗോൾഡ്. സ്വർണ്ണ നിക്ഷേപത്തിന്റെ നാടാണ് മാലി. ഗോൾഡ് കോസ്റ്റ് പോലെ, സുവർണ തീരം പോലെ, ആഫ്രിക്കയിലെ ഖാന പോലെ ശരിക്കും സ്വർണ്ണ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു മാലി. തിംബുക്ത വാസ് ദ ഫേമസ് കൾച്ചറൽ ആൻഡ് കൊമേഴ്സ്യൽ സെന്റർ ഓഫ് മാലി. ഈ മാലി എന്ന പ്രദേശം സ്വർണ്ണ നിക്ഷേപം കൊണ്ട് മാത്രമല്ല, ഒരു കൾച്ചറൽ സെന്ററും ഒരു കൊമേഴ്സ്യൽ സെന്ററുമായിരുന്നു. ഒരു സാംസ്കാരിക വാണിജ്യ കേന്ദ്രമായിരുന്നു മാലിയിലെ തിംബുക്ത ഇൻ മാലി was the famous cultural as well as a commercial center of മാലി. മാലിയിലെ കൾച്ചറലും മിഡീവൽ ആഫ്രിക്കയിലെ കൾച്ചറൽ സെന്ററും പിന്നെയോ കൊമേഴ്സ്യൽ സെന്ററുമായിരുന്നു തിംബുക്ത. മെർച്ചൻസ് ഫ്രം വെനീസ്, ജനോവ ആൻഡ് ഗ്രാനഡ റീച്ച്ഡ് ദിസ് തിംബുക്ത എന്ന പ്രദേശത്ത് വെനീസിലെ വ്യാപാരികൾ, ഗ്രാനഡയിലെ വ്യാപാരികൾ, ജനോവയിലെ വ്യാപാരികൾ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിരുന്നു. അപ്പൊ നോക്കണേ, തിംബുക്ത വാസ് ദി ഫേമസ് കൾച്ചറൽ ആൻഡ് കൊമേഴ്സ്യൽ സെന്റർ ഓഫ് മാലി. ദെൻ മെർച്ചൻസ് ഫ്രം വെനീസ്, ജനോവ ആൻഡ് ഗ്രാനഡ റീച്ച്ഡ് തിംബുക്ത ഫോർ മെർക്കൻറ്റൈസ്. എന്തിനാ വന്നത്? ടു മെർക്കൻറ്റൈസ് ഗോൾഡ്, സിൽവർ ആൻഡ് ഐവറി. ഗോൾഡും സിൽവറും ഐവറിയും വ്യാപാരം നടത്തുവാൻ, ടു മെർക്കൻറ്റൈസ് വ്യാപാരം നടത്തുവാൻ വേണ്ടി അവർ വന്നിരുന്നു. ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി, ദന്തം, ഇതെല്ലാം വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടി മെർച്ചൻസ് ഫ്രം ജനീവ, ദെൻ ഗ്രാനഡ ആൻഡ് വെനീസ് റീച്ച്ഡ് മാലി. ദെൻ ഇറ്റ് വാസ് ആൾസോ എ സെന്റർ ഓഫ് സ്ലേവ് ട്രേഡ്. അടിമ കച്ചവടത്തിൻ്റെയും ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ നോക്ക്, ഗോൾഡ് നിക്ഷേപത്തിൻ്റെ കേന്ദ്രം, പിന്നെയോ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഐവറിയുടെയും വ്യാപാര കേന്ദ്രം, പിന്നെ കൾച്ചറൽ സെൻ്ററാണ്, കൊമേഴ്സ്യൽ സെൻ്ററാണ്, എല്ലാമായിരുന്നു മാലി. അവിടെ തന്നെ അടിമ കച്ചവടവും ഉണ്ടായിരുന്നു. എന്താണ് അടിമ കച്ചവടം? അടിമകളായ മനുഷ്യരെ വിലയ്ക്ക് വാങ്ങി മറ്റു പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് വിറ്റിരുന്ന സമ്പ്രദായം. നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾ പഠിക്കും, 10ാം ക്ലാസ്സിൽ അമേരിക്കയിൽ നിലനിന്നിരുന്ന അടിമ വ്യാപാരത്തെക്കുറിച്ചൊക്കെ പഠിക്കും. പച്ചയായ മനുഷ്യനെ വിലയ്ക്ക് വാങ്ങുവാൻ വരെ അന്ന് സാധിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇവിടെ മാലിയിലെ തിംബുക്ത എന്തൊക്കെയാണ്? കൾച്ചറൽ സെൻ്ററാണ്, കൊമേഴ്സ്യൽ സെൻ്ററാണ്, ഗോൾഡ് ഡെപ്പോസിറ്റ് ഉള്ള പ്രദേശമാണ്. ഗോൾഡും സിൽവറും ഐവറിയും വ്യാപാരം ചെയ്യുവാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവിടെ ആൾക്കാർ വന്നിരുന്നു. ഒപ്പം തന്നെ അതൊരു അടിമ വ്യാപാര കേന്ദ്രവും ആയിരുന്നു. Then it was also a center of slave trade. Then this University of Timbuktu was a great center of knowledge at that time. അപ്പോൾ നോക്ക്, അവിടെ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യമുണ്ടായിരുന്നു. തിംബുക്തയിൽ ഒരു സർവകലാശാലയുണ്ടായിരുന്നു. University of Timbuktu was a center of knowledge at that time. Students from foreign countries attracted, or students from different parts of the world attracted this Timbuktu. തിംബുക്തയെ ആകർഷിച്ചിരുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. That means students from different parts of the world reached Timbuktu University. ആ തിംബുക്ത സർവകലാശാലയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കുവാൻ വേണ്ടി എത്തിയിരുന്നു. അപ്പോൾ നോക്ക്, എന്തൊക്കെയാണ് തിംബുക്തയുടെ പ്രത്യേകത? ശരിക്കും ഐവറിയും ഗോൾഡും സിൽവറും ട്രേഡ് ചെയ്യുവാൻ വേണ്ടി, മെർക്കൻഡൈസ് ചെയ്യുവാൻ വേണ്ടി വ്യാപാരികൾ വെനീസിൽ നിന്നും ജനോവയിൽ നിന്നും ഗ്രാനഡയിൽ നിന്നും എത്തിയിരുന്നു. പിന്നെയോ സ്ലേവ് ട്രേഡിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു കൾച്ചറൽ സെൻ്ററും കൊമേഴ്സ്യൽ സെൻ്ററുമായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് റീച്ച്ഡ് തിംബുക്ത ഫോർ studying, especially in the University of Timbuktu.
The University of Timbuktu was a center of knowledge at that time. വിജ്ഞാനത്തിൻ്റെ വൈജ്ഞാനിക കേന്ദ്രം അല്ലേ, വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു ഏതാ തിംബുക്ത യൂണിവേഴ്സിറ്റി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഈ സർവകലാശാലയിൽ പഠിക്കുവാൻ വേണ്ടി വന്നിരുന്നു. Then the great mosque constructed by കൺഗൻ മൂസ, കൺഗൻ മൂസ സ്ഥാപിച്ച ഒരു ഗ്രേറ്റ് മോസ്ക്, വലിയ പള്ളി, ഗ്രേറ്റ് മോസ്ക് കൺസ്ട്രക്റ്റഡ് ബൈ കൺഗൻ മൂസ വാസ് എ ലീഡിംഗ് സെൻറ്റർ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ്. ഇസ്ലാമിക പഠനത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമായിരുന്നു ഗ്രേറ്റ് മോസ്ക്. തിംബുക്തയിൽ കൺഗൻ മൂസ എന്ന രാജാവ് സ്ഥാപിച്ച ഗ്രേറ്റ് മോസ്ക് ഇസ്ലാമിക പഠന കേന്ദ്രം, ആ കാലഘട്ടത്തിലെ സൗത്ത് ആഫ്രിക്കയിലെ ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു തിംബുക്തയിലെ ഏതാണ് ഗ്രേറ്റ് മോസ്ക് കൺസ്ട്രക്റ്റഡ് ബൈ ആരാണ്? കൺഗൻ മൂസ. അപ്പോൾ മാലിയെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം കിട്ടിയല്ലോ. നമ്മളിവിടെ എല്ലാം പഠിച്ചത് എന്താണ്? ആ സാമ്രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തിനെ കുറിച്ചുള്ള ആഴമേറിയ പഠനമല്ല. മധ്യകാലഘട്ടത്തിലെ സെൻറ്റർ ഓഫ് പവേഴ്സ് ഏതൊക്കെയാണ്, അവിടുത്തെ അധികാര കേന്ദ്രങ്ങളും അവിടുത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരും അവർ നൽകിയ സംഭാവനകളുമാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മാലിയിലെ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയാണ്. കൺഗൻ മൂസയാണ് അന്നത്തെ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാജാവെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാലി എന്ന് പറയുന്നത് ശരിക്കും സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ കേന്ദ്രമായിരുന്നു. പിന്നെയോ അവിടെ തന്നെ ധാരാളം വരുന്ന കൾച്ചറൽ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, കൊമേഴ്സ്യൽ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. വെനീസിൽ നിന്നും ജനോവയിൽ നിന്നും ഗ്രാനഡയിൽ നിന്നും ധാരാളം മർച്ചൻസ് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിരുന്നു. ആ സ്ഥലമെന്ന് പറയുന്നത് തിംബുക്തയാണ്. അവിടുത്തെ കച്ചവട കേന്ദ്രം എന്ന് പറയുന്നത് തിംബുക്ത, സാംസ്കാരിക കേന്ദ്രം തിംബുക്ത, വാണിജ്യ കേന്ദ്രം തിംബുക്ത. ദെൻ അവിടെ തന്നെ സ്ലേവ് ട്രേഡും ഉണ്ടായിരുന്നു, അടിമ കച്ചവടവും ഉണ്ടായിരുന്നു. ആ മനുഷ്യരെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റുന്ന ചന്തകളും അവിടെ പ്രവർത്തിച്ചിരുന്നു. ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് തിംബുക്ത, തിംബുക്ത സർവകലാശാല അന്നത്തെ അറിയപ്പെടുന്ന ഒരു നോളജ് പകർന്നു കൊടുക്കുന്ന, അറിവ് പകർന്നു അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു തിംബുക്ത യൂണിവേഴ്സിറ്റി. പിന്നെയോ ആ കാലഘട്ടത്തിൽ ഗ്രേറ്റ് മോസ്ക്, ഈ കൺഗൻ മൂസ സ്ഥാപിച്ച ഗ്രേറ്റ് മോസ്ക് എന്ന് പറയുന്നത് ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു. ഇസ്ലാമിനെക്കുറിച്ച്, ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വലിയ പഠന കേന്ദ്രമായിരുന്നു ആ തിംബുക്തയിൽ സ്ഥാപിച്ച ഗ്രേറ്റ് മോസ്ക്. മറ്റു പ്രത്യേകത, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ തിംബുക്ത സർവകലാശാലയിൽ പഠിക്കുവാൻ വന്നിരുന്നു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ശരിക്കും പുസ്തകം വായിക്കുക. എല്ലാ സംശയങ്ങൾക്കും മറുപടി, വ്യക്തമായ മറുപടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് അടുത്ത സൂം മീറ്റിങ്ങിൽ കാണാം. നമസ്കാരം.